വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മെയിലിൽ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി, കാരണം PCOD ഉള്ള ഒരാളാണ്. PCOD ഉണ്ടായിട്ട് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സിംറ്റംസും ഉണ്ടായിട്ടില്ല. ഡേറ്റ് മിസ്സായിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ലൈവിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ ഡിസ്ചാർജ് ഉണ്ട് ചേച്ചി, പ്രതീക്ഷിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സക്സസ് സ്റ്റോറി ആയിരുന്നു ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഡിസ്ചാർജ്, ടൈപ്പ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ച് മിൽക്കി വൈറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡിസ്ചാർജ് എന്താണെന്നുള്ളത് ചേർത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഈ ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി വരുന്നില്ലെങ്കിലും ഒട്ടും തന്നെ ടെൻഷൻ ആവേണ്ട, ഒരു ലക്ഷണവും ഇല്ലാതെ നമുക്ക് പ്രഗ്നൻസി കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ കുട്ടിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണവും ഉണ്ടായിട്ടില്ല, പക്ഷേ പ്രഗ്നൻസി കിട്ടി. അങ്ങനെ നമുക്ക് പോസിറ്റീവ് ആകാം. അതൊരു ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ലക്ഷണം എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മുടെ വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് ഒക്കെ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി യൂസ്ഫുൾ ആയിട്ട് പ്രഗ്നൻസിയുടെ വജൈനൽ ഡിസ്ചാർജ് എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, എങ്ങനെയായിരിക്കും ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തായിരിക്കും ഇതിന്റെ ടെക്സ്ചർ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയാം, പ്രഗ്നൻസിയുടെ വജൈനൽ ഡിസ്ചാർജ് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഡിസ്ചാർജ് ഉണ്ടായിട്ടുണ്ടായില്ല, പക്ഷെ എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് എളുപ്പത്തിൽ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളായിരിക്കും പലർക്കും ഉണ്ടാവുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസി ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണം നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. പീരീഡ്സ് ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് ഡേറ്റ് തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ആ ബ്ലീഡിങ്ങിന്റെ അളവ് എങ്ങനെയാണെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ചെറിയ സ്പോട്ടിംഗ് ഉണ്ടായി, അല്ലെങ്കിൽ 1 day ബ്ലീഡിംഗ് ഉണ്ടായി, പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പ്രഗ്നൻസി ആയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് പീരിയഡ്സിനെ പോലും ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പീരിയഡ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വജൈനയിൽ നിന്ന്, അതായത് നമ്മുടെ യോനിയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകും. ലുക്കോറിയ എന്നുള്ള ഒരു പേര് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. ഇവിടെ ലുക്കോറിയ നമുക്ക് അനുഭവപ്പെടുമ്പോഴേക്കും അതിന്റെ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാകും. സാധാരണയായിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മളുടെ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പീരിയഡ്സ് നിന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. അതിനുശേഷം ഗ്രാജുവലി നമുക്ക് വജൈനൽ ഡിസ്ചാർജിന്റെ അളവ് കൂടി വരികയും ഓവുലേഷൻ ഉണ്ടാവുന്നു. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുമ്പോഴേക്കും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് വേറൊരു ഫോമിൽ ഉണ്ടാകും. അതിനുശേഷം പീരിയഡ്സ് ആകുന്നതിന് മുൻപ് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ചിലർക്കൊക്കെ അനുഭവപ്പെടും. അങ്ങനെ ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ലെങ്ത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രഗ്നൻസി ആകുമ്പോൾ ഒരു സ്ത്രീക്കുണ്ടാകും വജൈനൽ ഡിസ്ചാർജ് കാണപ്പെടുന്നത് എപ്പോഴാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അതിനുശേഷമായിരിക്കും. ഇംപ്ലാന്റേഷൻ നമുക്കുണ്ടാവുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. 6 മുതൽ 12 ദിവസത്തിനകത്താണ് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് അറ്റാച്ച് ആവുന്നതാണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ശരീരം മറ്റുള്ള കുറേയും കൂടി ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങും. കാരണം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ ഒന്ന് നറീഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത് എപ്പോൾ മുതൽ കാണപ്പെടും എന്നതിനെ പറ്റിയിട്ട്. നമുക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാം. ചിലർക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാം. ചിലർക്ക് പീരിയഡ്സ് ഡേറ്റ് മിസ്സായതിനു ശേഷമായിരിക്കും വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ടെക്സ്ചർ എന്താണെന്ന് ഉള്ളതിനെ പറ്റിയിട്ട്. ഇതിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഘടന എന്ന് പറയുന്നത് ഇത് തിന്നായിരിക്കും. സാധാരണ നമുക്ക് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര കട്ടിയിലിരിക്കുന്ന, നമ്മളൊരു കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒട്ടും വലിയാത്ത തരത്തിലുള്ള, ഒരു വിരലിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് നോർമലി ഉണ്ടാവുന്നത്. പക്ഷെ ഇതെങ്ങനെയല്ല,
തിന്നായിട്ടുള്ള മിൽക്കി വൈറ്റ് ആയിട്ടുള്ള, അതായത് പാൽപ്പാടയുടെ പോലെ കുറച്ചൊന്ന് തിന്നായിട്ടുള്ള ഡിസ്ചാർജ്, കുറച്ച് നമുക്കൊന്ന് വലിച്ചു നീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവില്ലേ, അതുപോലെ ഒരു തിന്നായിരിക്കും. കാരണം ആ ഡിസ്ചാർജിന് ഒട്ടും തന്നെ കട്ടിയില്ല. കാരണം ആ ഡിസ്ചാർജ് കട്ടിയിൽ വന്നു കഴിഞ്ഞാൽ സെമനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഓവുലേഷൻ ഉണ്ടാവുന്ന ഡിസ്ചാർജിനെ പോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജും തിന്നായിരിക്കും. അതിൽ മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ പാൽപ്പാടയുടെ പോലുള്ള കളറായിരിക്കും ഇതിന് ഉണ്ടാവുന്നത്. അത് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന, അതായത് നമുക്ക് 2 വിരലുകൾക്കിടയിൽ വെച്ചിട്ടൊന്ന് വലിച്ചു നീട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് വലിച്ചു നീങ്ങുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു, അതിന്റെ ടെക്സ്ചർ. മൂന്നാമത് എല്ലാവരും ചോദിക്കുന്നതാണ് അതിന്റെ ക്വാണ്ടിറ്റി. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് കൂടുതലായിരിക്കില്ല. അതായത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് പോകുന്നുണ്ട് എന്ന തരത്തിൽ ഫീൽ ചെയ്യുന്നത് പോലെയുള്ളതായിരിക്കില്ല നോർമൽ ആയിട്ട് ഒരു സ്ത്രീക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ആ ഒരു നനവ് അല്ലെങ്കിൽ ഒരു വെറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആ പാൻറ്റീസിൽ ഇതായിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് നമുക്ക് ആ സമയത്ത് ഉണ്ടാകാം. നേരെ മറിച്ച് നമുക്ക് പീരീഡ്സിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്തിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വജൈന ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഫീൽ ചെയ്യാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഡിസ്ചാർജ് അങ്ങനെയല്ല, നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നോർമലി നമുക്ക് ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിനെ അപേക്ഷിച്ച് അതിന്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതിന്റെ എന്താ പറയാ പോകുന്നതിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ആ ഒരു ലക്ഷണം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇത് പ്രഗ്നൻസി ഡിസ്ചാർജ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നോർമലി പോകുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാവുന്നതാണ്. അടുത്തെല്ലാരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇതിന്റെ സ്മെല്ല്. ഇതിന് സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കരമായിട്ട് മൂക്കിനെ അടുത്ത് കൊണ്ടുപോയിട്ട് ഭയങ്കര ഡീപ്പായിട്ട് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ലൈറ്റ് സ്മെല്ല് ഉണ്ടാകും. പക്ഷെ മറ്റതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലോട് കൂടിയിട്ടുള്ളതോ അങ്ങനെയുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കില്ല പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് മാത്രമേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജിൽ ഉണ്ടാവുകയുള്ളൂ. ചിലർക്ക് ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് പോകുമ്പോഴേക്കും ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറിച്ചിലുണ്ടാവാനായിട്ടുള്ള കാരണം നമുക്കവിടെ വെറ്റ്നസ് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നനവ് ഫീൽ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അതൊരിക്കലും അസഹനീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ പുകച്ചിൽ ഉണ്ടാക്കി തരുന്നതോ ഒക്കെ പോലുള്ള ഇറിറ്റേഷൻ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കില്ല പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് നോർമലി ഫീൽ ചെയ്യുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയും നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ പ്രഗ്നൻസി നോക്കുമ്പോഴേക്കും നമ്മൾ ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാക്കും. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരേപോലെ തന്നെ ഇൻക്രീസ് ആകും. കാരണം പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ 2 ഹോർമോൺസും ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് ഈ 2 ഹോർമോൺസും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. സെർവിക്സ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതും സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും കൂടുതൽ ബാക്ടീരിയാസ് നമ്മളുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്നത് പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും അവളുടെ തലമുടി മുതൽ കാലിന്റെ ആ നഖം വരെയുള്ള ഭാഗത്ത് ചേഞ്ചസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് പോലുള്ള വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടാട്ടോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതുണ്ടാവാനായിട്ടുള്ള റീസൺസ്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളുടെ ആ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിന്റെ എല്ലാ ടേമും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ നോക്കി, ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നും അതിന്റെ ടെക്സ്ചർ എന്താണെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇമേജസ് ഞാൻ കൊടുത്തേക്കാം. നമ്മൾ നെറ്റിൽ നിന്ന് അധികം ഇമേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിലും കുറച്ച് ഇമേജസ് എനിക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ശരിക്കും ലൈവ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണണമെങ്കിൽ പ്രഗ്നൻസി ഡിസ്ചാർജ് ചൂസ് വേൾഡ് ലൈവ് ഡെമോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. എനിക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോ. അത് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ.
തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ തീരാറാകുന്ന സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് കാണുന്നത്. അപ്പോൾ ടെൻഷൻ ആവേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.